എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കിറ്റിൻ്റെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്നതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. അതിലൊന്ന് 1929 മുതൽ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന്. പക്ഷേ അത് നൽകാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. ഇത് ജനങ്ങളുടെ രോഷം ആളിക്കത്തിച്ചു. അതുപോലെ സ്റ്റാഫോർഡ് ക്രിപ്സ് 42 ഇന്ത്യയിലേക്ക് വന്നു. പക്ഷേ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരാമെന്നുള്ള വാഗ്ദാനം ഒന്നും ചെയ്തില്ല. അവർ പറഞ്ഞത് ഡൊമിനൻറ്റ് സ്റ്റാറ്റസ് ഇറങ്ങാൻ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു ഇറ്റ് വാസ് ടു ലേറ്റ് ആൻഡ് ടു ലേറ്റ് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ഇന്ത്യയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യക്കാരായ സൈനികരായാലും ഉദ്യോഗസ്ഥന്മാരായാലും അവരൊക്കെ ചിന്തിച്ചു, എന്തിനാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഇങ്ങനെ ഒരു വിദേശരാജ്യത്ത് സേവനമനുഷ്ഠിക്കുന്നത്. അവരിലും അസംതൃപ്തി വളരെയേറെ വളർന്നു വന്നു. അതുപോലെ തന്നെയാണ് ക്ഷാമം, അതുപോലെ പട്ടിണി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി. അതിന് ഉദാഹരണമാണ് 43 ബംഗാൾ ക്ഷാമം. പിന്നെ ലോകത്തുണ്ടായ മറ്റ് സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നമ്മൾ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ പുതിയ ജനറേഷനിൽപ്പെട്ട അരുണ ആസഫലിയെ പോലെയുള്ള ജയപ്രകാശ് നാരായണനെ പോലുള്ള നേതാക്കന്മാരൊക്കെ കുറച്ചുകൂടി റാഡിക്കലായി തീവ്രമായി ചിന്തിക്കുന്നവരായിരുന്നു. അവരും ഒരു രൂക്ഷമായ ഒരു പ്രക്ഷോഭം വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിന്നു. ഇനി എന്തൊക്കെയാണ് അന്തർദേശീയ കാര്യങ്ങൾ കാരണങ്ങളെന്ന് ചിന്തിച്ചാൽ ബ്രിട്ടൻ ഒരു പ്രതിസന്ധിയിലായിരുന്നു. കാരണം യൂറോപ്പിൽ ജർമ്മനി നേടുന്ന വിജയങ്ങൾ, ഏഷ്യയിൽ ജപ്പാൻ നേടുന്ന വിജയങ്ങൾ. ഏഷ്യയിൽ ജപ്പാൻ നേടിയ ഒരു വിജയം മാത്രം ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കാം. സിംഗപ്പൂർ ബ്രിട്ടൻ്റെ പ്രധാനപ്പെട്ട ഒരു സൈനിക കോട്ടയായിരുന്നു. അത് അറിയപ്പെടുന്നതിന് ജിബ്രാൾട്ടർ ഓഫ് ദ ഈസ്റ്റ് എന്നാണ്. അത് ജപ്പാൻ സൈന്യം പിടിച്ചെടുത്തു. അതോടുകൂടി വിൻസ്റ്റൺ പറഞ്ഞു ഇത് നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവിയും നാണക്കേടുമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ജപ്പാൻ പല വിജയങ്ങൾ നേടി ഇന്ത്യയുടെ അടുത്തെത്തി. ഇന്ത്യയും കീഴടക്കാം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ആ സമയത്താണ് സ്റ്റാഫോർഡ് ക്രിപ്സിനെ ഇന്ത്യയുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്ക് വിട്ടത്. പിന്നെ 1741 അറ്റ്ലാന്റിക് ചാർട്ടർ ഉണ്ട്. അതിൽ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലും കൂടി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ന്യൂഫൗണ്ട്ലാൻഡ് തീരത്ത് വെച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് ഭാവിയിൽ ജനങ്ങൾക്ക് പീസ്, ഫ്രീഡം, സെൽഫ് ഡിറ്റർമിനേഷൻ, സമാധാനവും സ്വാതന്ത്ര്യവും സ്വയം നിർണ്ണാവകാശവും ഒക്കെ കൊടുക്കണം. അതൊക്കെ അവരുടെ അവകാശമാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് എന്തുകൊണ്ട് ഇന്ത്യക്ക് അതില്ല, നമുക്കെന്തുകൊണ്ട് പീസില്ല, നമുക്കെന്തുകൊണ്ട് ഫ്രീഡം തരുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ശക്തമായ വികാരം നമ്മളുണ്ടാവാൻ കാരണം. ഗാന്ധി എവിടെ ചെയ്ത പ്രസംഗമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കാലും മരിക്കും. ഇതിന് സമാനമായ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. 1954 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആദ്യമായി ഇങ്ങനെ ജോയിൻ ഓർ ഡൈ എന്ന് പറഞ്ഞത്. പിന്നീട് അമേരിക്കൻ സ്വാതന്ത്ര്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പാട്രിക് ഹെൻറി പറഞ്ഞത് ഗീവ് മീ ലിബർട്ടി ഓർ ഗീവ് മീ ഡെത്ത് എന്നുള്ള മുദ്രാവാക്യം വന്നത്. പിന്നീട് ബ്രസീൽ നേതാവായിരുന്ന ഡോമോ പെട്രോ പറഞ്ഞത് ഇൻഡിപെൻഡൻസ് ഓഫ് ഡെത്ത്, പോർട്ടുഗീസുകാർക്കെതിരായ സമരത്ത് ഇൻഡിപെൻഡൻസ് ഓഫ് ഡെത്ത്, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തുർക്കിക്കെതിരായി ഗ്രീസ് റവല്യൂഷൻ നടന്നപ്പോൾ നമ്മൾ കേട്ടതാണ് ഫ്രീഡം ഓർ ഡെത്ത് എന്ന് നമ്മൾ കേട്ടിരുന്നതാണ്. അതുപോലെ ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈമൺ ബൊളിവറായിരുന്നു അതിൻ്റെ നേതാവ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നതിന് ലാറ്റിൻ അമേരിക്കയുടെ ലിബറേറ്റർ എന്നാണ്. അദ്ദേഹം പറഞ്ഞതും ലിബർട്ടി ഓർ ഡെത്ത് എന്നാണ്. അതുപോലെ പെനിൻസുലയിലെ ബാൾക്കൻ രാജ്യങ്ങളായ ബൾഗേറിയ, സെർബിയ പോലെയുള്ള ഓട്ടോമൻ തുർക്കിക്കെതിരെ സമരം ചെയ്തപ്പോൾ നമ്മൾ കേട്ട വാക്കാണ് ഫ്രീഡം ഓർ ഡെത്ത്. ഇത്തരത്തിലുള്ള വിവിധ ആശയങ്ങളാണ് ലോകത്ത് ഉണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്.